ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഇടുക്കി ഹൈ റേഞ്ചിൻ്റെ ചില വികസനങ്ങളും വികസന മുരടിപ്പുകളെക്കുറിച്ചുമുള്ളൊരു വാർത്തയാണ്. ഇത് ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കണം, റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പം ഞങ്ങളുടെ കുട്ടിക്കാനം കട്ടപ്പന മലയോര ഹൈവേയുടെ പണി അത് നല്ല മനോഹരമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാട്ടോ. എന്നാൽ ചില വ്യക്തികൾ ഈ റോഡ് വികസനത്തിനെതിരെ തടസ്സം നിൽക്കുകയും അതുമൂലം വൻ അപകടങ്ങളും വലിയ ദുഃഖകരമാകുന്ന വാർത്തകളും കേൾക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ഹൈ റേഞ്ചുകാരുടെ അവസ്ഥ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് 1/6/2024 രാത്രി നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യമാണ്. ഇത് നടന്നത് ലബ്ബക്കടയ്ക്കും കാഞ്ചാറിനും ഇടയ്ക്കുള്ള പാലാക്കട എന്ന പ്രദേശത്താണ്. ഈ സ്ഥലത്ത് റോഡ് വികസനം ഇപ്പം കണ്ടോ പകുതി മുടങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. 12 മീറ്റർ വീതിയിൽ റോഡ് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഈ പാലക്കടയിലെ ഒരു പ്രമുഖ വ്യക്തി ഇതിനെതിരെ കേസ് കൊടുക്കുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടോ, ടാറിങ്ങിൻ്റെ എഡ്ജ് തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ അഗാധമാകുന്ന ഗർത്തമാണ്, അല്ലെങ്കിൽ കുഴിയാണ്. ഈ ടാറിങ്ങിൽ നിന്ന് ഒരു വാഹനം താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിൻ്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അങ്ങനെ ഇത് 3-4 മാസമായിട്ട് ഈ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിൻ്റെ ഫലമായി വൻ അപകടങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിഞ്ഞത്. ഇതുകൊണ്ട് ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ്. ഒരു വാഹനം ടാറിംഗ് റോഡിൽ കൂടെ തന്നെ വന്നുവെങ്കിലും ഇടയ്ക്ക് ഭാഗത്ത് സ്റ്റോപ്പ് മെമ്മോ കിടക്കുന്നതുകൊണ്ട് റോഡ് പണി നടക്കുന്നില്ല. ഇത് കാണാതെ വാഹനം പെട്ടെന്ന് തെന്നി മാറുകയും വലിയൊരു കുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടോ കലിങ്ങിൻ്റെ നിർമ്മാണം പോലും പകുതി മുടങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എതിരെ നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അവസ്ഥ. ഈ ഒരു ഭാഗത്ത് വലിയ അപകടങ്ങൾ പല പ്രാവശ്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അധികാരികൾ ഇതൊന്നും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്.